കർണാടകയിലെ ചില നഴ്സിംഗ് കോളേജുകൾ പഠിച്ചാൽ 101% വിജയമുറപ്പാണെന്ന് പത്രപരസ്യം കണ്ടാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിക്കുന്നത്. അല്പമെങ്കിലും എഴുതാൻ അറിയാവുന്നവരെ പോലും നഴ്സിംഗ് ബിരുദധാരിയാക്കാമെന്നുള്ള ഇവരുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്? വിവിധയിടങ്ങളിലായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലേക്ക്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഹിജാസ് അഹമ്മദ് എന്നാണ്. ഞാൻ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് വിളിക്കുകയാണ്. ഞാൻ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞതാണ്. ഈ പോസ്റ്റ് ബി എസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം തരും. അത് പഠിക്കേണ്ട മാത്രമായിട്ടുള്ള പോർഷൻസ് ഞാൻ മെയിൽ ചെയ്ത് തരാം. അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. ഞാനിപ്പോൾ ബിസിനസ് ചെയ്യാണ്. പഠിക്കാതെയൊക്കെ വന്ന് പരീക്ഷ എഴുതിയാൽ തോക്കത്തില്ലേ? എക്സാം സെന്റർ നമ്മുടെ കോളേജ് തന്നെയാണ്. വന്ന് അറ്റൻഡ് ചെയ്യാൻ മതി. ജയിക്കുന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. നമുക്ക് 30 സീറ്റാണ് പോസ്റ്റ് ബി എസ് സിക്ക് ഉള്ളത്. അതിൽ ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും സ്റ്റുഡൻസ് ഉള്ളത്. അപ്പോൾ അവരെല്ലാം വന്ന് അറ്റൻഡ് ചെയ്യത്തുള്ളൂ. ശരിക്കും എക്സാം ഹെൽപ്പാണോ ഉദ്ദേശിക്കുന്നത്? കുഴപ്പമില്ല, ചെയ്തു തരാം. ബുദ്ധിമുട്ടാണല്ലേ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ. എക്സാം ഹെൽപ്പാണ് കോളേജിൽ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ആൻസർ പറഞ്ഞ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ ചെയ്തതായിരിക്കും. അത് അപ്പോഴത്തെ അവസ്ഥ പിന്നെ അത് ഫെയിൽ ആവത്തില്ല. നല്ല മാർക്ക് കൊടുത്തിട്ട് പാസ്സാവും. ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂട്ടേഴ്സ് ഉണ്ട്. ഓരോ ഇതിലും ഹോളിലും ട്യൂട്ടേഴ്സ് ഉണ്ട്. അവർ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു തരും. അത് കേട്ട് 17 വർഷമായിട്ടാണ്. വേറെ ചീറ്റിംഗ് ഒന്നുമില്ല. കുറച്ചുകൂടി കാശ് മുടക്കാനുണ്ടെങ്കിൽ പരീക്ഷ എഴുതാനും പോകേണ്ടതില്ല. മറ്റൊരാളെ ഇരുത്തി പരീക്ഷ എഴുതിച്ച് വിദ്യാർത്ഥിയെ വിജയിപ്പിക്കും. ഇത്തരത്തിൽ ഒരു വിഷയത്തിന് പരീക്ഷ എഴുതാൻ ഏജന്റിന് 50,000 രൂപ നൽകണം. പലർക്കും ആളൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. റിസ്ക് എടുത്തിട്ട് ചെയ്യണം. ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് അധ്യാപകനും സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എൻക്വയറി അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടാകാറില്ല. ഇത് യൂണിവേഴ്സിറ്റിയിലുള്ള ഓഫീസേഴ്സും ഇവർ തമ്മിലുള്ള ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാറില്ല. ഇത്തരത്തിൽ കോപ്പിയടിച്ച് പരീക്ഷ പാസ്സാക്കാൻ സഹായിക്കുന്ന 4ഓളം ഏജൻസികളെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മാത്രം കാണാനായി. കർണാടകയിലെ എല്ലാ നഴ്സിംഗ് കോളേജുകളും ഇങ്ങനെയാണ് എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെയും കോളേജുകളുണ്ട്. ഇങ്ങനെയും പരീക്ഷ എഴുതാം. ഇങ്ങനെയും നഴ്സുമാരാകാം. ക്യാമറാമാൻ കിരൺ കെ പിക്കൊപ്പം ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.